എൻ്റെ പേര് അരുൺ. ഞാനിന്ന് ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ബയോളജിയാണ്. ബയോളജിയിൽ തന്നെ PSCക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭാഗമാണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. എല്ലാ മത്സര പരീക്ഷകൾക്കും, ചെറുത് തൊട്ട് വലുതായിട്ട് വരുന്ന എല്ലാ മത്സര പരീക്ഷകൾക്കും PSC സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഭാഗമാണ് വൈറ്റമിൻസ് അഥവാ ജീവകങ്ങൾ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊരു ചെറിയ വീഡിയോ, ചെറിയൊരു ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ PSCയുടെ സിലബസിൽ തന്നെ നമ്മൾ കാണുന്നൊരു കാര്യമാണ്, PSCയുടെ മെയിൻ സിലബസ് തന്നെ എന്താണ്? വൈറ്റമിൻസ് അല്ലെങ്കിൽ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും. സിലബസിൻ്റെ ഹെഡിങ് തന്നെ അങ്ങനെയാണ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും. അതുകൊണ്ട് തന്നെ PSC എപ്പോഴും ചോദിക്കുന്ന, ഈ കഴിഞ്ഞ ഇടയ്ക്ക് നടന്ന പരീക്ഷകൾ ഉൾപ്പെടെ എല്ലാ പരീക്ഷകളും ചോദിക്കുന്നതാണ് ഈ അപര്യാപ്തത രോഗങ്ങളെക്കുറിച്ച്. അത് തൊട്ട് നമുക്കൊന്ന് പഠിച്ച് പെട്ടെന്ന് തുടങ്ങാം. എപ്പോഴും ഈ PSC ഈ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ചോദ്യമാണ് നിശാന്തത ഏത് വൈറ്റമിൻ്റെ അപര്യാപ്തത രോഗമാണ്. 100 വട്ടം PSC ചോദിച്ച ചോദ്യമാണ് നിശാന്തത ഏത് വൈറ്റമിൻ്റെ അപര്യാപ്തത രോഗമാണെന്ന്. ഇത് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ പ്രിയ ഉദ്യോഗാർത്ഥികൾക്ക് ഉത്തരം മനസ്സിൽ കിട്ടിക്കാണും. അത് വൈറ്റമിൻ A ആണ്. വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗമാണ് നിശാന്തത. നിശാന്തത എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലേ, നൈറ്റ് ബ്ലൈൻഡ്നെസ്, മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകാത്ത വൈകല്യമാണ് നിശാന്തത. അത് വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗമാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ എ കുറഞ്ഞു പോയാൽ ഉണ്ടാകുന്ന മറ്റൊരു രോഗം കൂടിയുണ്ട്, സിറോഫ്താൽമിയ. എന്താണ്? സിറോഫ്താൽമിയ. ഡ്രൈ ഐസ് എന്ന് വിളിക്കുന്ന രോഗമാണ് ഏത്? സിറോഫ്താൽമിയ. നമ്മുടെ കണ്ണിൻ്റെ കോർണിയ, ഏറ്റവും പുറമേയുള്ള പാളിയായ കോർണിയ വരണ്ടു പോകുന്ന അസുഖമാണ് എന്ത്? സിറോഫ്താൽമിയ. അപ്പോൾ വൈറ്റമിൻ എയുടെ അപര്യാപ്ത രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. നിശാന്തതയും സിറോഫ്താൽമിയും. ഒന്നുകൂടി പറഞ്ഞേ, നിശാന്തതയും സിറോഫ്താൽമിയുമാണ് വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗങ്ങൾ എന്ന് പറയുന്നത്. പിന്നീട് എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗം. ഈ വൈറ്റമിൻ ഡി കുറഞ്ഞു പോയാൽ നമുക്ക് വരുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ്. ഇത് കണ്ടുവരുന്നത് പ്രധാനമായും ചെറിയ കുട്ടികളിലാണ്. മുതിർന്നവരിൽ ഇത് കാണാറില്ല. ചെറിയ കുട്ടികളിൽ, കുഞ്ഞു കുട്ടികളിൽ വൈറ്റമിൻ ഡി കുറഞ്ഞു പോയാൽ ഉണ്ടാകുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. എന്നാൽ മുതിർന്നവരിൽ വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? അസ്ഥി സംബന്ധമായ മറ്റൊരു അസുഖം, ഓസ്റ്റിയോമലേസിയ. ഏതാണ്? ഓസ്റ്റിയോമലേസിയ. അപ്പോൾ വൈറ്റമിൻ ഡി കുറഞ്ഞു പോയാൽ ചെറിയ കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ്. ഈ കണ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കയ്യിലെയും കാലിലെയും അസ്ഥികൾ വളഞ്ഞു പോകുന്ന അസുഖം. കുട്ടികളുടെ കയ്യിലെയും കാലിലെയും നീളമുള്ള അസ്ഥികൾ വളഞ്ഞു പോകുന്ന അസുഖമാണ് കണ എന്ന് പറയുന്നത്. ഇനി മുതിർന്നവർക്ക് സംഭവിക്കുന്ന വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ഉണ്ടാകുന്ന അസുഖമാണ് ഓസ്റ്റിയോമലേസിയ. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്ത രോഗങ്ങൾ കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ചെറിയ കുട്ടികളിൽ കണ അഥവാ റിക്കറ്റ്സ്, മുതിർന്നവരിൽ വൈറ്റമിൻ ഡി കുറഞ്ഞു പോയാൽ ഉണ്ടാകുന്ന രോഗം ഓസ്റ്റിയോമലേസിയയുമാണ്. ഇനി എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത രോഗം. വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത രോഗം വന്ധ്യതയാണ്. എന്താണ്? വന്ധ്യതയാണ്. വൈറ്റമിൻ ഇയുടെ അപര്യാപ്ത രോഗം ഏതാണ്? വന്ധ്യത അഥവാ സ്റ്റെറിലിറ്റി എന്ന് പറയും. ഇതും PSC ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഇനി നമ്മൾ പോകുന്നു വൈറ്റമിൻ കെയുടെ അപര്യാപ്തത രോഗം ഏത്? അത് ഹീമോഫീലിയയാണ്. ഏതാണ്? ഹീമോഫീലിയ. നമുക്കറിയാം, രക്തം കട്ട പിടിക്കാത്ത അസുഖം, മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാത്ത അസുഖമാണ് ഹീമോഫീലിയ. അപ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് ഏത്? കെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് ഏത്? കെ. അപ്പോൾ കെ ഇല്ലാതെ വരുമ്പോൾ, കെയുടെ അപര്യാപ്തത മൂലം നമുക്ക് എന്ത് പറ്റും? രക്തം കട്ട പിടിക്കാതെ വരും. ആ അസുഖമാണ് ഹീമോഫീലിയ. അപ്പം വൈറ്റമിൻ കെയുടെ അപര്യാപ്ത രോഗം ഏതാണ്? ഹീമോഫീലിയയാണ്. മറ്റൊരു അസുഖം കൂടി വൈറ്റമിൻ കെയുടെ അപര്യാപ്ത രോഗമായി നമ്മൾ പറയാറുണ്ട്, ഹെമറേജ്. ഏതാണ്? ഹെമറേജ്. അപ്പോൾ വൈറ്റമിൻ കെയുടെ അപര്യാപ്ത രോഗങ്ങൾ ഏതൊക്കെയാണ്? ഹീമോഫീലിയയും ഹെമറേജുമാണ്. നമ്മളിപ്പോൾ 4 വൈറ്റമിൻസിൻ്റെ അപര്യാപ്ത രോഗങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ഒന്നുകൂടി ഒന്ന് ഓർത്തെടുക്കാം. വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗം ഏതാണ്? നിശാന്തതയും സിറോഫ്താൽമിയയും. വൈറ്റമിൻ എയുടെ അപര്യാപ്ത രോഗം ഏതൊക്കെയാണ്? നിശാന്തതയും സിറോഫ്താൽമിയയുമാണ്. ഇനി വൈറ്റമിൻ ഡിയുടെ അപര്യാപ്ത രോഗങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ചെറിയ കുട്ടികളിലാണെങ്കിൽ കണ അഥവാ റിക്കറ്റ്സ്. ചെറിയ കുട്ടികളിലാണെങ്കിൽ ഏതാണ്? കണ അഥവാ റിക്കറ്റ്സ് ആണ്. എന്നാൽ മുതിർന്നവർക്ക് വൈറ്റമിൻ ഡി കുറഞ്ഞു പോയാൽ ഉണ്ടാകുന്നത് ഓസ്റ്റിയോമലേസിയയാണ്. പിന്നെ നമ്മൾ പോയത് നേരെ വൈറ്റമിൻ ഇയിലോട്ടാണ്. വൈറ്റമിൻ ഇ കുറഞ്ഞു പോയാൽ ഉണ്ടാകുന്ന അപര്യാപ്തത രോഗം വന്ധ്യത അഥവാ സ്റ്റെറിലിറ്റി. കുട്ടികൾ ഉണ്ടാകാൻ താമസം, അല്ലേ? കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്ന അവസ്ഥയാണ് ഏത്? വന്ധ്യത എന്ന് പറയുന്നത്. വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത രോഗം. പിന്നെ നമ്മൾ പറഞ്ഞു വൈറ്റമിൻ കെയുടെ അപര്യാപ്തത രോഗമാണ് ഹീമോഫീലിയ ആൻഡ് ഹെമറേജ്. ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാത്ത രോഗമാണ് ഹീമോഫീലിയ. കാരണം മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ.
അപ്പോൾ വൈറ്റമിൻ കെ ഇല്ലാതെ വന്നാൽ രക്തം കട്ട പിടിക്കത്തില്ല. ആ അസുഖമാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. മറ്റൊരു അസുഖം വൈറ്റമിൻ കെയുടെ മറ്റൊരു അപര്യാപ്ത രോഗമാണ് ഹെമറേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ, 4 വൈറ്റമിൻസ്. ഈ വൈറ്റമിൻസ് എന്ന് പറയുന്നത് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണോ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണോ? ഇത് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ്. എ, ഡി, ഇ, കെ, കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ്. പണ്ട് തൊട്ടേ നമുക്കൊരു കോഡുണ്ട്, അടക്ക് നല്ല കൊഴുപ്പ്. എ, ഡി, ഇ, കെ ഒരുമിച്ചൊന്ന് വായിച്ചു നോക്കിയേ, അടക്കെന്നല്ലേ? അപ്പോൾ അടക്ക് നല്ല കൊഴുപ്പ്. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ് എ, ഡി, ഇ, കെ. ഈ 4 വൈറ്റമിൻസും കുറഞ്ഞു പോയാലുണ്ടാകുന്ന ഡെഫിഷ്യൻസി ഡിസീസ് അല്ലെങ്കിൽ അപര്യാപ്ത രോഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 2 വൈറ്റമിൻസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്, വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും. ഇത് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ്. വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ്. ഇനി വൈറ്റമിൻ ബി തന്നെ ഒരു കോംപ്ലക്സ് ആയിട്ട്, ഒരു കൂട്ടം വൈറ്റമിൻസ് ആയിട്ടാണ് നിൽക്കുന്നത്. വൈറ്റമിൻ ബിയിൽ തന്നെ 8ഓളം വൈറ്റമിൻസ് ഉണ്ട്. B1, B2, B3, B5, B6, B7, B9 ആൻഡ് B12. 8ഓളം വൈറ്റമിൻസ് ചേരുന്നതാണ് ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതിൽ ഓരോന്നിൻ്റെയും അപര്യാപ്തത രോഗങ്ങൾ PSC നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വൈറ്റമിൻ സിയും. അപ്പോൾ നമുക്ക് വൈറ്റമിൻ സിയുടെ കാര്യം ആദ്യം പറയാം. വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗം ഒത്തിരി വട്ടം PSC ചോദിച്ചതാണ്. അത് സ്കർവിയാണ്. ഏതാണ്? സ്കർവി എന്ന് പറയുന്ന രോഗം. അത് മോണയിൽ നിന്ന്, നമ്മുടെ മോണയിൽ നിന്നും ബ്ലീഡിംഗ് ഉണ്ടാവുന്നു, ചോര വരുന്ന രോഗമാണ് ഏത്? സ്കർവി എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ സിയുടെ അപര്യാപ്ത രോഗം ഏതാണ്? സ്കർവിയാണ്. സ്കർവിയെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, നാവികരുടെ പ്ലേഗ്. അതും PSC ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. അപ്പം നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന അപര്യാപ്ത രോഗമാണ് ഏത്? സ്കർവി എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ സിയുടെ അപര്യാപ്ത രോഗം ഏതാണ്? സ്കർവിയാണ്. സ്കർവി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? നാവികരുടെ പ്ലേഗ്. ഇനി നമ്മൾ ബി കോംപ്ലക്സിലോട്ട് പോകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു 8ഓളം വൈറ്റമിൻസ് ചേരുന്നതാണ് ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതിൽ B1ൻ്റെ അപര്യാപ്തത രോഗം, B1ൻ്റെ അപര്യാപ്ത രോഗം എന്ന് പറഞ്ഞാൽ ബെറിബെറിയാണ്. എന്താണ്? ബെറിബെറി. നാഡികളെ ബാധിക്കുന്ന ഒരു രോഗമാണ് ബെറിബെറി. അപ്പോൾ B1ൻ്റെ അപര്യാപ്തത രോഗം ഏതാണ്? ബെറിബെറിയാണ്. ഇനി B2വിൻ്റെ അപര്യാപ്തത രോഗം എന്ന് പറഞ്ഞാൽ എറൈബോഫ്ലാവിനോസിസ്. എന്താണ്? എറൈബോഫ്ലാവിനോസിസ്. അപ്പോൾ B2വിൻ്റെ പേര് തന്നെ റൈബോഫ്ലാവിൻ എന്നാണെന്ന് ഓർക്കാം. അവിടെ നിന്ന് B2വിൻ്റെ പേരെന്താണ്? രാസനാമം എന്താണ്? റൈബോഫ്ലാവിൻ. അപ്പോൾ B2വിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗത്തിൻ്റെ പേര് എറൈബോഫ്ലാവിനോസിസ് എന്നാണ്. വായിലൊക്കെ മുറിവ് ഉണ്ടാകുന്ന ഒരു രോഗമാണ് എന്ത്? എറൈബോഫ്ലാവിനോസിസ് എന്ന് പറയുന്നത്. ഇനി B3യുടെ അപര്യാപ്തത രോഗം പെല്ലഗ്ര. എപ്പോഴും ചോദിക്കുന്നത് ഈ ബി കോംപ്ലക്സുമായി ബന്ധപ്പെട്ട് PSC കൂടുതൽ ചോദിച്ചത് ഇതാണ്, പെല്ലഗ്ര ഏത് വൈറ്റമിൻ്റെ അപര്യാപ്തത രോഗമാണ്? B3യുടെ അപര്യാപ്ത രോഗമാണ് പെല്ലഗ്ര എന്ന് പറയുന്നത്. സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗത്തെ ത്വക്ക് വരണ്ടു വരുന്ന അസുഖം. സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗത്തെ ത്വക്ക്, സ്കിന്ന് വരണ്ടു വരുന്ന അസുഖമാണ് പെല്ലഗ്ര എന്ന് പറയുന്നത്. അപ്പോൾ B1ൻ്റെ അപര്യാപ്ത രോഗം ഏതാണ്? ബെറിബെറി, നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗം. B2വിൻ്റെ അപര്യാപ്ത രോഗം എന്താണ്? വായിക്കാത്തൊക്കെ മുറിവുണ്ടാകുന്ന എറൈബോഫ്ലാവിനോസിസ്. എന്താണ്? എറൈബോഫ്ലാവിനോസിസ് എന്ന് പറയും. B3യുടെ അപര്യാപ്ത രോഗം എന്താണ്? പെല്ലഗ്ര. B3യുടെ അപര്യാപ്ത രോഗം എന്താണ്? പെല്ലഗ്ര. സൂര്യപ്രകാശമേക്കുന്ന ഭാഗത്തെ ത്വക്ക് വരണ്ടു വരുന്ന അസുഖമാണ് പെല്ലഗ്ര എന്ന് പറയുന്നത്. ഈ പെല്ലഗ്ര എന്ന അസുഖത്തെ നമ്മൾ 4D സിൻഡ്രോം എന്നും പറയും. എന്ത് പറയും? 4D സിൻഡ്രോം. അത് കഴിഞ്ഞിടക്കും PSC ഫയർ വുമൺ അതുപോലുള്ള പരീക്ഷകളിൽ ചോദിച്ച ചോദ്യമാണ്. 4D സിൻഡ്രോം എന്നറിയപ്പെടുന്ന രോഗം അത് പെല്ലഗ്രയാണ്. പിന്നീട് നമ്മൾ B5ൻ്റെ അപര്യാപ്ത രോഗം. B5ൻ്റെ അപര്യാപ്ത രോഗം പാരസ്തേഷ്യ. B5ൻ്റെ രാസനാമമാണ് പാൻറ്റോതെനിക് ആസിഡ്. B5ൻ്റെ അപര്യാപ്ത രോഗം പാരസ്തേഷ്യ. B5ൻ്റെ അപര്യാപ്ത രോഗം ഒന്നുകൂടി പറഞ്ഞു നോക്കിയേ, പാരസ്തേഷ്യ എന്നാണ്. ഇനി B6ൻ്റെ അപര്യാപ്ത രോഗം എന്താണ്? B6ൻ്റെ അപര്യാപ്ത രോഗം മൈക്രോസെറ്റിക് അനീമിയ. എന്താണ്? മൈക്രോസെറ്റിക് അനീമിയ. അപ്പോൾ B5ൻ്റെ അപര്യാപ്ത രോഗം ഏതാണ് നമ്മൾ പഠിച്ചത്? പാരസ്തേഷ്യ എന്ന രോഗമാണ്. B6ൻ്റെ അപര്യാപ്ത രോഗം എന്താണ്? മൈക്രോസെറ്റിക് അനീമിയ. മൈക്രോസെറ്റിക് അനീമിയ. ഇനി B7ലോട്ട് വരാം. B7ൻ്റെ അപര്യാപ്ത രോഗം സെബോറിയയാണ്. സെബോറിയ സ്കിന്നിന് വരുന്നൊരു ഡിസീസാണ് സെബോറിയ. അപ്പോൾ B7ൻ്റെ അപര്യാപ്ത രോഗം ഏതാണ്? സെബോറിയ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കിയാലോ. B5ൻ്റെ അപര്യാപ്ത രോഗം പാരസ്തേഷ്യ. എന്താണ്? പാരസ്തേഷ്യ എന്നതാണ്. B6ൻ്റെ അപര്യാപ്ത രോഗം എന്താണ്? മൈക്രോസെറ്റിക് അനീമിയ. മൈക്രോസെറ്റിക് അനീമിയ. ഇനി B7ൻ്റെ അപര്യാപ്ത രോഗമോ?
എന്താണ് B7 അപര്യാപ്ത രോഗം? സെബോറിയ എന്നതാണ്. എന്താണ്? സെബോറിയ എന്നതാണ്. ഇനി 2 വൈറ്റമിനെ നമുക്ക് ബിയിലുള്ളൂ, B9 B12. B9 മെഗലോബ്ലാസ്റ്റിക് അനീമിയ. B9 അപര്യാപ്ത രോഗം ഒന്നുകൂടി പറഞ്ഞു നോക്കിയേ, മെഗലോബ്ലാസ്റ്റിക് അനീമിയ. B9 അപര്യാപ്ത രോഗം എന്താണ്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ഇനി B12, ബിയിൽ വരുന്ന അവസാനത്തെ വൈറ്റമിൻ B12 അപര്യാപ്തത രോഗം എന്ന് പറയുന്നത് പെർനീഷ്യസ് അനീമിയ. ഒന്ന് പറഞ്ഞേ, പെർനീഷ്യസ് അനീമിയ. അപ്പോൾ B9 മെഗലോബ്ലാസ്റ്റിക് അനീമിയയാണ്, B12 പെർനീഷ്യസ് അനീമിയയാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് റിവിഷൻ ചെയ്താലോ? B1 അപര്യാപ്തത രോഗം ബെറിബെറി. ഒന്നുകൂടി പറഞ്ഞേ, B1 ബെറിബെറി. ഇനി B2 അപര്യാപ്ത രോഗം എന്താണ്? എറൈബോഫ്ലാവിനോസിസ്. ഒന്നുകൂടി പറഞ്ഞേ, എറൈബോഫ്ലാവിനോസിസ് എന്നാണ്. ഇനി B3 വളരെ ഇമ്പോർട്ടൻറ്റ്, B3 അപര്യാപ്തത രോഗം പെല്ലഗ്ര. എന്താണ്? പെല്ലഗ്ര. B3 അപര്യാപ്ത രോഗം ഒന്നുകൂടി പറഞ്ഞേ, പെല്ലഗ്ര. ഇനി B4 ഇല്ല, ഇനി B5 ആണ്. B5 അപര്യാപ്തത രോഗം പാരസ്തേഷ്യ. B5 ഏതാണ്? പാരസ്തേഷ്യയാണ്. B6 B6 മൈക്രോസെറ്റിക് അനീമിയ. ഒന്നുകൂടി പറഞ്ഞു നോക്കിയേ, മൈക്രോസെറ്റിക് അനീമിയ. B7 എന്താണ്? B7 സെബോറിയ. B7 എന്താണ്? സെബോറിയയാണ്. ഓക്കെ. ഇനി B9 അപര്യാപ്തത രോഗം എന്ന് പറയുന്നത് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ഒന്നുകൂടി പറഞ്ഞേ, മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ഇനി B12 എന്താണ്? B12 പെർനീഷ്യസ് അനീമിയ. B12 എന്താണ്? പെർനീഷ്യസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വൈറ്റമിൻ സിയുടെ എന്തായിരുന്നു? സ്കർവി. വൈറ്റമിൻ സിയുടെ അപര്യാപ്ത രോഗം സ്കർവി. മോണയിൽ നിന്ന് ചോര വരുന്ന രോഗമാണ് ഏത്? സ്കർവി എന്ന് പറയുന്നത്. ബ്ലീഡിംഗ് ഓഫ് ഗം എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ, അല്ലേ? അപ്പോൾ വൈറ്റമിൻ സിയുടെ അപര്യാപ്ത രോഗം സ്കർവി എന്ന അസുഖത്തെ വിളിക്കുന്നത് എന്താണ്? നാവികരുടെ പ്ലേഗ് എന്നാണ്. അപ്പം നമ്മൾ എല്ലാ വൈറ്റമിൻസും അതിൻ്റെ അപര്യാപ്ത രോഗങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. നമുക്ക് ഒന്നുകൂടി ഒന്ന് ഓടിച്ചൊന്ന് പറഞ്ഞു നോക്കിയാലോ? വൈറ്റമിൻ എയുടെ അപര്യാപ്ത രോഗങ്ങൾ ഏതൊക്കെയാണ്? നിശാന്തത, സിറോഫ്താൽമിയ. ഓക്കെ. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്ത രോഗങ്ങൾ ഏതാണ്? ചെറിയ കുട്ടികളാണെങ്കിൽ കണ അഥവാ റിക്കറ്റ്സ് ആണ്. മുതിർന്നവർക്കാണെങ്കിൽ ഓസ്റ്റിയോ മലേസിയുമാണ് വൈറ്റമിൻ ഡിയുടെ അപര്യാപ്ത രോഗങ്ങൾ. ഇനി വൈറ്റമിൻ ഇ ആണെങ്കിലോ? വന്ധ്യത. ഒത്തിരി വട്ടം ചോദിക്കുന്നതാണ്. വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത രോഗം വന്ധ്യതയാണ്, കുട്ടികളുണ്ടാകാത്ത അവസ്ഥ, വന്ധ്യത. വൈറ്റമിൻ കെയുടെ അപര്യാപ്തത രോഗം ഹീമോഫീലിയ, രക്തം കട്ടപിടിക്കാത്ത അസുഖം, ഹീമോഫീലിയ. ഇനി വൈറ്റമിൻ കെയുടെ മറ്റൊരു അപര്യാപ്തത രോഗം ഹെമറേജ്. ഏതാണ്? ഹെമറേജ്. അതുകൊണ്ട് ആൻറ്റി ഹെമറാജിക് വൈറ്റമിൻ എന്നൊക്കെ കെയെ നമ്മൾ വിളിക്കാറുണ്ട്. ആൻറ്റി ഹെമറാജിക് വൈറ്റമിൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ കൊഴുപ്പിൽ ലയിക്കുന്ന A-D-E-K 4 വൈറ്റമിൻസും അതിൻ്റെ അപര്യാപ്ത രോഗങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ജലത്തിൽ ലയിക്കുന്ന 2 വൈറ്റമിൻസ് ആണ്, B കോംപ്ലക്സും സിയുമാണ്. ബിയിൽ തന്നെ 8ഓളം വൈറ്റമിൻസ് ഉണ്ടല്ലേ? നമ്മൾ പഠിച്ചു. B1 അപര്യാപ്ത രോഗം എന്താണ്? ബെറിബെറി. B2 അപര്യാപ്ത രോഗം എറൈബോഫ്ലാവിനോസിസ്. B3 അപര്യാപ്തത രോഗം പെല്ലഗ്ര. എന്താണ്? പെല്ലഗ്ര. B5 അപര്യാപ്ത രോഗം പാരസ്തേഷ്യ. എന്താണ്? പാരസ്തേഷ്യ. ഇനി B6 അപര്യാപ്തത രോഗം മൈക്രോസെറ്റിക് അനീമിയ. ഒന്നുകൂടി പറഞ്ഞേ, മൈക്രോസെറ്റിക് അനീമിയ. ഇനി B7 അപര്യാപ്തത രോഗം സെബോറിയ. ഇനി B9 പലതവണ ചോദിച്ചാണ്. B9 അപര്യാപ്തത രോഗം മെഗലോബ്ലാസ്റ്റിക് അനീമിയ. RBC വലുതായി വരുന്ന അസുഖമാണ് കേട്ടോ, മെഗലോബ്ലാസ്റ്റിക്. നമ്മൾ നേരത്തെ B6 പറഞ്ഞു, മൈക്രോസെറ്റിക് അനീമിയ, അത് RBC ചെറുതായി വരുന്ന അസുഖമാണ്. ഇനി B12 പെർനീഷ്യസ് അനീമിയ. B12 അപര്യാപ്ത രോഗം പെർനീഷ്യസ് അനീമിയുമാണ്. ഇനി ലാസ്റ്റ് വൈറ്റമിൻ സിയുടെ അപര്യാപ്ത രോഗം ഒത്തിരി വട്ടം PSC ചോദിച്ചതാണ്, സ്കർവിയാണ് വൈറ്റമിൻ സിയുടെ അപര്യാപ്ത രോഗം. സ്കർവി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ മുഴുവൻ വൈറ്റമിൻസിൻ്റെയും അപര്യാപ്ത രോഗങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വൈറ്റമിൻസും അതുമായി ബന്ധപ്പെട്ട അപര്യാപ്തത രോഗങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇനി PSCക്ക് ഇഷ്ടം, ഇവിടുന്ന് ചോദിക്കാൻ PSC ഇഷ്ടപ്പെടുന്നൊരു കാര്യം, ഈ വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിലെ ഏതൊക്കെ അവയവങ്ങൾക്കാണ് ആരോഗ്യം നൽകുന്നത്? PSC എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ഭാഗമാണ്, കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏത്? നിങ്ങൾ കേട്ടിട്ടുള്ള ചോദ്യമല്ലേ? വൈറ്റമിൻ എ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വന്നു കാണും അല്ലേ? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏത്? ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വന്നു കാണും, വൈറ്റമിൻ ഡി ആണ്. ഈ ഭാഗമാണ് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഓരോ വൈറ്റമിൻസിനും ഓരോ രാസനാമങ്ങളുണ്ട്. വൈറ്റമിൻ എ റെറ്റിനോൾ, വൈറ്റമിൻ ഡി കാൽസിഫെറോൾ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ വൈറ്റമിൻസാണ് നമ്മുടെ ശരീരത്തിന് ഏതൊക്കെ അവയവങ്ങൾക്ക് ആവശ്യമുള്ളത്, അതുപോലെ തന്നെ ആ വൈറ്റമിൻസിൻ്റെ രാസനാമങ്ങളും ഇതുകൂടി പഠിച്ചു കഴിയുമ്പോൾ PSCയുടെ വൈറ്റമിൻസുമായി ബന്ധപ്പെട്ട ഇഷ്ട വിഷയങ്ങൾ നമ്മളെല്ലാം കവർ ചെയ്ത് കഴിയും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ കാര്യങ്ങളുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.